നമസ്കാരം. നിലപാട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലോകത്ത് ഇന്ന് രണ്ട് തരത്തിലുള്ള റാലികൾ നടക്കുന്നുണ്ട്. ഗർഭസ്ഥ അവസ്ഥയിലുള്ള ശിശുക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും. പലപ്പോഴും ഇതിൽ ഗർഭസ്ഥ ശിശുക്കളുടെ അവകാശങ്ങൾ തമസ്കരിക്കപ്പെടുകയും സ്ത്രീകളുടെ അവകാശങ്ങൾ കൂടുതലായി അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയുമാണ്. ലോകത്തിലെ പല രാജ്യങ്ങളിലും നമുക്കറിയാം, യൂറോപ്പിൽ പോലും ഇന്ന് ജനസംഖ്യ ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ കാരണം ഇതുപോലെ ജനന നിയന്ത്രണം അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ജപ്പാനിലും ചൈനയിലും റഷ്യയിലും. അങ്ങനെ ഒരുപാട് പുരോഗതി പ്രാപിച്ചു എന്നും സെക്യുലറിസ്റ്റ് രാജ്യങ്ങളാണ് എന്ന് പറയുന്ന രാജ്യങ്ങളിലെല്ലാം ഇതേ അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള റാലിയുടെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് ഈ ഉദാഹരണങ്ങളിൽ നിന്നുകൊണ്ടാണ്. നമ്മുടെ രാജ്യവും ഇതുപോലൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് എന്ന പേരിൽ അടുത്ത മാസം തൃശ്ശൂരിൽ ഇതുപോലൊരു മാർച്ച് സംഘടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് അബോർഷൻ എന്ന വിഷയം ഇന്ന് ചർച്ചയ്ക്കായി എടുത്തിരിക്കുന്നത്. എൻ്റെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അനു റോസ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലെ ജോ ബൈഡനും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ഡിബേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഞാൻ അബോർഷൻ ലോ, റോ വേഴ്സസ് വേർഡ് എന്ന അമേരിക്കയിലെ ഏറ്റവും പ്രമാദമായ, അമേരിക്കയിൽ മുഴുവൻ അബോർഷന് അനുവാദം കൊടുത്ത, യാതൊരു പരിധികളുമില്ലാതെ അനുവാദം കൊടുത്ത ആ നിയമത്തെ റിവേഴ്സൽ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത നിലപാടിനെ അദ്ദേഹം പുകഴ്ത്തുമ്പോൾ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ബൈഡൻ അതിനെ ടെറിബിൾ എന്ന് പറഞ്ഞാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ഈ അബോർഷനെ കുറിച്ച് ചർച്ചകൾ നടന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ആ നിലപാട് മൂലം ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്, അമേരിക്കയിലെ സ്റ്റേറ്റുകളിലേക്ക് ഈ അബോർഷൻ സംബന്ധിച്ച നിയമങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ കുറിച്ച് സ്റ്റേറ്റുകൾക്ക് ഇപ്പം നിലപാട് സ്വീകരിക്കുക. അപ്പോൾ അമേരിക്കയിലെ ഒരുപാട് സ്റ്റേറ്റുകൾ ഇപ്പോൾ അബോർഷന് എതിരെ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു നിലപാട് മൂലമാണ് അങ്ങനെ സംഭവിച്ചത്. അമേരിക്കയിൽ നമുക്കറിയാവുന്നത് പോലെ ഓരോ വർഷവും ഒരുപാട് അബോർഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഈ മെക്സിക്കോയും അമേരിക്കയും മാത്രമാണ് നിലവിൽ ലോകരാജ്യങ്ങളിൽ മുഴുവൻ എടുത്തു നോക്കിയാൽ സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെ അധികാരങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നിലപാട് ഈ കാലഘട്ടത്തിൽ ചർച്ചയാകുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ അബോർഷൻ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് നമുക്ക് ശരിക്കും ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. റോബിൻ, ഈ അബോർഷൻ എന്ന ഒരു വാക്ക് അതിപ്പോ ഭയങ്കര ഒരു പരിഷ്കരണത്തിന്റെയും അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് പലരും മനുഷ്യാവകാശം, സ്ത്രീകളുടെ അവകാശം എന്നൊക്കെയുള്ള പേരിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ അബോർഷൻ. ആക്ച്വലി അബോർഷൻ എന്ന് പറയുന്ന ഗർഭപാത്രത്തിൽ വളരുന്ന ഒരു കുഞ്ഞ്, ഏതൊരു മനുഷ്യനെയും പോലെ ജീവനും വികാരങ്ങളുമുള്ള ഒരു കുഞ്ഞു ജീവൻ, ആ ജീവനെ നിർദ്ദയം കൊലപ്പെടുത്തുന്നതാണ് ലിറ്ററലി അബോർഷൻ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പൊ വലിയ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലാവരും അബോർഷൻ റൈറ്റ്സിന് വേണ്ടി റാലികൾ നടത്തുന്നു, അതിനുവേണ്ടി ക്യാമ്പയിനുകൾ നടത്തുന്നു. ശരിക്കും ഈ അബോർഷൻ സ്ത്രീകളുടെ അവകാശമാകുമ്പോൾ ഈ അബോർഷൻ ചെയ്യപ്പെടുന്ന കുഞ്ഞ് അതൊരു ജീവനാണ്. ആ കുഞ്ഞിനില്ലേ അവകാശങ്ങൾ? ആ കുഞ്ഞിന് ജീവിക്കാൻ അവകാശമില്ലേ? ഈ അബോർഷൻ എന്ന ഒരു കൊലപാതകം അതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ലാംഗ്വേജിലൊക്കെ പറഞ്ഞാല് പുറത്ത് ഗർഭപാത്രത്തിന്റെ പുറത്ത് സംഭവിക്കുകയാണെങ്കിൽ അതൊരു ക്ലിയർ കട്ട് മർഡർ കേസ് തന്നെയാണ്. അത് ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന എന്ന ഒരു കാരണത്താൽ അതൊരു മർഡർ അല്ലാതാകുന്നില്ല. ക്ലിയർ കട്ട് മർഡർ കേസ്. സാധാരണ മർഡർ കേസുകളിൽ ഈ കൊല ചെയ്യപ്പെട്ട ആൾക്ക് വേണ്ടി വാദിക്കാനും അവരുടെ ശബ്ദമാകാനും കുറെ പേരുണ്ടാകും. പക്ഷെ ഇവിടെ കൊല ചെയ്യപ്പെടുന്നത് ഒരു ഭ്രൂണമാണ്, ഒരു കുഞ്ഞു ജീവനാണ്. സ്വയമായിട്ട് സ്വരമുയർത്താനോ അല്ലെങ്കിൽ തന്റെ അവകാശങ്ങൾക്കായി, എല്ലാ മനുഷ്യരെയും പോലെ തനിക്കുണ്ട് അവകാശങ്ങൾ, ആ അവകാശങ്ങൾക്ക് വേണ്ടി സ്വരമുയർത്താൻ ആ കുഞ്ഞിനാകുന്നില്ല. ഇപ്പൊ ബൈബിളിൽ പറയുന്നുണ്ട്, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു വചനമുണ്ട്, ശബ്ദമില്ലാത്തവരുടെ അവകാശങ്ങൾക്കായി സ്വരമുയർത്തുക, അവരുടെ അവകാശങ്ങൾ പരിരക്ഷിക്കുന്നതിനായി വാക്കുകൾ ഉപയോഗിക്കുക. അപ്പോൾ ബൈബിൾ പറയുന്നത് പോലെ ഈ ലോകത്തിലെ ഏറ്റവും നിസ്സഹായരും സ്വയം ശബ്ദിക്കാൻ ഒരു രീതിയിലും സാധിക്കാത്തവരുമാണ് ഗർഭസ്ഥ ശിശുക്കൾ. അപ്പൊ അവരുടെ അവകാശങ്ങൾ, അവരുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾക്കായി സ്വരം ഉയർത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യകതയാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ 8 ആഴ്ചയായ ഒരു കുട്ടിയെ അവരൊരിക്കലും അതൊരു ജീവനായിട്ട് പോലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ വിളിക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല എന്ന്. റോബിൻ, വാസ്തവത്തിൽ 8 ആഴ്ച വരെയൊന്നും പോകേണ്ട ആവശ്യമില്ല. പ്രശസ്തനായ ഫ്രഞ്ച് ജനസിസ്റ്റ് ജെറോം ലെജുവിൻ ഈ ഡൗൺ സിൻഡ്രോം ഒക്കെ കണ്ടുപിടിച്ച് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ജെറോം ലെജുവിൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ബീജവും അണ്ടവും കൂടിച്ചേരുന്ന ആ നിമിഷം
മൊമെന്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ആ നിമിഷത്തിൽ തന്നെ ഒരു പുതിയ മനുഷ്യൻ രൂപം കൊള്ളുകയാണ്. അങ്ങനെ ഒരു പുതിയ മനുഷ്യൻ ഉണ്ടാകുന്നു എന്നത് ഒരു വസ്തുതയാണ്, അല്ലാതെ ആരുടെ അഭിപ്രായമല്ല. അതൊരു വസ്തുതയാണ്. അത് പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് പലപ്പോഴും ഈ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് ധാരാളമായി സംസാരിക്കുന്നു. പക്ഷെ കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് വസ്തുത. ശരിക്കും ഓരോരോ ന്യായീകരണങ്ങൾ, ശരിക്കും അബോർഷന് വേണ്ടി ഓരോരോ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതിനും അപ്പുറത്ത് കുട്ടികളെ കുറിച്ച് അവർക്ക് സംസാരിക്കാനില്ല. പലപ്പോഴും അവർക്ക് പറയാനുള്ളത് അവരുടെ അവകാശങ്ങളെ കുറിച്ച് മാത്രമാണ്. ശരിക്കും അപ്പോൾ ഈ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ശരിക്കും ഒരു കൊലപാതകം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. കാരണം ഒരു പ്രഗ്നന്റ് ആയ ഒരു വിമൻ, ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി അത് രണ്ട് ജീവനാണ്. ഒന്ന് ആ സ്ത്രീയും, മറ്റൊന്ന് ആ സ്ത്രീയുടെ ഉദരത്തിൽ വളരുന്ന ആ കുഞ്ഞും. പക്ഷെ ഈ കുഞ്ഞിനെ ശരിക്കും ഈ അബോർഷൻവാദികളായിട്ടുള്ള, അബോർഷനെ അനുകൂലിക്കുന്നവർ കണക്കാക്കുന്നത് അത് സ്ത്രീയുടെ ഒരു ഭാഗമായിട്ട്, സ്ത്രീയുടെ ഒരു അവയവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കുഞ്ഞിനെ കണക്കാക്കുന്നത്. പക്ഷെ ശരിക്കും അത് രണ്ട് വ്യക്തികളാണ്, രണ്ട് ജീവനാണ്. ഈ കുഞ്ഞിനെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുഞ്ഞ് അതിന്റെ ജീവന് വിലയില്ലാതാവുന്നില്ല. ശരിക്കും അത് രണ്ടും രണ്ട് തട്ടിലിട്ട് കാണേണ്ട കാര്യങ്ങളാണ്. രണ്ട് ജീവനായിട്ട് കാണണം. രണ്ട് ജീവന്റേതായ രണ്ട് മൂല്യങ്ങൾ കൊടുക്കണം. അത് അമ്മയ്ക്ക് കൊടുക്കുന്ന അതേ മൂല്യം തന്നെയാണ് കുഞ്ഞിനും കൊടുക്കേണ്ടത്. പക്ഷെ ഇന്ന് അതേക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു വർഷം 73 ദശലക്ഷം അബോർഷൻസ് നടക്കുന്നുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. അത് ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 1.5 കോടിയോളം അബോർഷൻസ് ആണ് ഒരു വർഷം നടക്കുന്നത്. എന്ന് വെച്ചാൽ 1.5 കോടി ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. 1.5 കോടി വ്യക്തികളാണ് ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നത്. ആ 1.5 കോടി ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി, അവരിലൂടെ ഉണ്ടാകുന്ന വികസനം, ഇതെല്ലാമാണ് നഷ്ടപ്പെടുന്നത്. ഇതേക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഇതിനെ അബോർഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് റൈറ്റ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് റൈറ്റ് ആണ് അത്രേ. അത് ഒരു സ്ത്രീക്ക് എന്നും കൊടുക്കേണ്ട ഒരു റൈറ്റ് ആയിട്ടാണ് എല്ലാവരും ഇന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് വലിയ സംഭവമായിട്ടും അതൊരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ പൊക്കി പിടിക്കുന്നതിന്റെ കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ കത്തോലിക്ക സഭ ഇതിനെതിരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് അമ്മയും കുഞ്ഞും ആയിട്ട് തന്നെയാണ് സഭ എന്നും കണ്ടിട്ടുള്ളത്. അങ്ങനെ കാണണം. എല്ലാ ലോകരാഷ്ട്രങ്ങളും അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരു പ്രഗ്നന്റ് ആയ ഒരു വിമനെ കാണേണ്ടത് ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുഞ്ഞും, രണ്ട് ജീവനാണ് ഒരേ ശരീരത്തിലുള്ളത്. പക്ഷെ ഇന്നിപ്പം പല ലോകരാജ്യങ്ങളും അബോർഷനെ അനുകൂലിക്കുകയും അവ ഭരണഘടനയുടെ ഭാഗമാക്കാൻ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടനയുടെ ഭാഗമാണ്, അവകാശം. അതായത് നമുക്കിപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ റൈറ്റ് ടു അബോർഷൻ എന്ന് പറയുന്ന ഒരു റൈറ്റും കൂടെ അതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായ ഒരു ഉദാഹരണമാണ് ഫ്രാൻസ്. ഇപ്പൊ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭരണഘടനയുടെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ലീഗൽ ആയിക്കൊണ്ടിരിക്കുക. ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ MTP ആക്ട് ഉണ്ട്. 1971 MTP ആക്ട് നിലവിൽ വരുന്നത്. അത് പറയുന്നത് 20 ആഴ്ചയോളം വരുന്ന പ്രഗ്നൻസീസ് അബോർട്ട് ചെയ്യാനുള്ള ഒരു അവകാശമാണ് തരുന്നത്. അതിനുശേഷം ഈ MTP ആക്ട് ഈ അടുത്തിടെ, അതായത് 2021 അത് അമെൻഡ് ചെയ്തു. അത് 20 ആഴ്ചയിൽ നിന്ന് 24 ആഴ്ചയിലേക്ക് എത്തിയ ഒരു പ്രഗ്നൻസി വേണമെങ്കിലും അബോർട്ട് ചെയ്യാം. സ്പെഷ്യലൈസ്ഡ് അഡ്വൈസിന്റെ പുറത്ത് അബോർട്ട് ചെയ്യാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. US-ന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ വളരെ നല്ലൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. കാരണം വർഷങ്ങളായി നിലനിന്നിരുന്ന റോ വേഴ്സസ് വേഡ് നിയമം അവർ റദ്ദ് ചെയ്തു. പക്ഷെ അതേസമയം മറ്റു പല രാജ്യങ്ങളും നിലവിലുള്ള നിയമങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് അബോർഷനെ അനുവദിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുവഴി ഒരുപാട് മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇപ്പം നേരത്തെ റോബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനസംഖ്യ പെരുകുന്നു, അതിനനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് പല ജനസംഖ്യ നിയന്ത്രണങ്ങളും കൊണ്ടുവന്നത്. പക്ഷെ അന്ന് അങ്ങനെയുള്ള ഡിസിഷൻസ് എടുത്ത രാജ്യങ്ങളുടെ അവസ്ഥയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ച് വർക്കായിട്ട് ഓരോ രാജ്യങ്ങളും എടുത്ത് പഠിക്കണം. അതല്ലെങ്കിൽ ഓരോ വ്യക്തികളും എടുത്ത് പഠിക്കണം. ശരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇങ്ങനെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ ഒരു സമൂഹം അത് തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 24 വീക്സ് ആ ഒരു ടൈമല്ലേ ഇന്ത്യ കൊടുത്തിരിക്കുന്നത്? ഞാൻ ചിന്തിക്കുക ആ ഒരു ടൈം കൊടുക്കുന്നതിന്റെ പിന്നിൽ എന്ത് ലോജിക്കാണുള്ളതെന്ന്. കാരണം വിതിൻ 5 വീക്സ്, ഗർഭസ്ഥാവസ്ഥയുടെ വെറും 5 വീക്സിന്റെ ഉള്ളില് ഈ കുട്ടിക്ക് ഹൃദയമിടിപ്പ് പ്രകടമായിട്ട് കണ്ടു തുടങ്ങും. ഈ ഗർഭസ്ഥ ശിശുവിന് ഹൃദയമിടിപ്പ് നിൽക്കുന്നത് ജീവനില്ലാത്ത ഒരു അവസ്ഥയുടെ ലക്ഷണമായിട്ട് നമ്മൾ പറയുന്നു. അത് കോമൺ ആയിട്ട് മെഡിക്കൽ സയൻസ് അംഗീകരിക്കുന്നു. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ഹൃദയമിടിപ്പ് ഉള്ള ഒരു അവസ്ഥ
5-ാം ആഴ്ചയിൽ ഹൃദയമിടിപ്പ് തുടങ്ങുന്നു, നമ്മൾ പ്രകടമായി കണ്ടു തുടങ്ങുന്നു. എന്നിട്ടും ആ ശിശുവിനെ എന്തുകൊണ്ട് ജീവനുള്ള ഒരു കുഞ്ഞായി അംഗീകരിക്കുന്നില്ല? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഈ കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഏതൊക്കെ കണ്ടീഷനുകളിൽ നമുക്ക് ഇങ്ങനെ അബോർഷൻ നടത്താമെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലിബറൽ ആയിട്ട് ഉള്ളത് കാനഡയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ റഷ്യ അടക്കമുള്ള ആ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങൾ, പിന്നെ ചൈന, ഓസ്ട്രേലിയ, ജപ്പാൻ അടക്കമുള്ള ഈ രാജ്യങ്ങളിലാണ് പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ ലിബറൽ ആയിട്ട് ഇത് കണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യൂറോപ്പിനെയും അമേരിക്കയും കാനഡയും അടക്കമുള്ള രാജ്യങ്ങളെ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർ കൊണ്ടുവന്ന നിയമം ഇന്ന് അവർക്ക് തന്നെ വലിയ വിനയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പിനെയും അമേരിക്കയും തന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇതിന്റെ സാമൂഹിക വശം നമ്മൾ ശരിക്കും എടുത്ത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. യൂറോപ്പിനും അമേരിക്കയ്ക്കും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ഫ്രീ ആണ്. അവരുടെ സംസ്കാരം, അവരുടെ ഒരു രീതി അങ്ങനെയാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ഫ്രീ ആണ്. അവർക്ക് ഇപ്പം UK യിലാണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ് ഒരു യുവാവ് അല്ലെ യുവതി വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ മാതാപിതാക്കൾക്ക് അവരുടെ അടുത്തുനിന്ന് വാടക മേടിക്കാം എന്ന് വരെയുള്ള ഒരു രീതിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇവര് വളരെ ഫ്രീ ആയിട്ട് പുറത്തേക്ക് പോവുകയും ഇവര് മിങ്കിൾ ചെയ്ത് ജീവിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന ആ താളപ്പിഴകള് ഒരു പരിധിവരെ ഇവർക്ക് അബോർഷൻ നിർബന്ധമാണ് എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ അമേരിക്കയിലൊക്കെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, വിവാഹം കഴിക്കാനും എല്ലാ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വിവാഹം ഇപ്പം അവർ ആദ്യം ചെയ്യുന്നത് അവർ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് ജീവിച്ചിട്ട് ലിവിങ് ടുഗെദർ. ഈ ലിവിങ് ടുഗെദർ തന്നെ ഉണ്ടായി വന്നത് അവിടുത്തെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ വിവാഹം കഴിച്ചു, അപ്പൊ അതിലൊരാൾക്ക് തോന്നുകയാണ് എനിക്ക് ഈ സെപ്പറേഷൻ വേണം എന്ന് തോന്നുകയാണെങ്കിൽ അയാള് വിവാഹത്തിൽ നിന്ന് വേർപിരിയാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വത്തിന്റെ പകുതി അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു നിയമമുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ആമസോണിന്റെ മേധാവി ഇതുപോലെ ഭാര്യയിൽ നിന്ന് വിവാഹമോചനം നേടിയപ്പോൾ സ്വത്തിന്റെ പകുതി കൊടുക്കേണ്ടി വന്നു അവർക്ക്. അപ്പോൾ ഈ നിയമം കാരണം അവർ കൂടുതലും ലിവിങ് ടുഗെദർ ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിച്ചു ചോദിച്ചാൽ ആർക്കും ഉത്തരവാദിത്തമില്ലാതെ വരുമ്പോൾ ഈ കുട്ടികളെ ആര് വളർത്തും? വിവാഹമോചനം സംഭവിച്ചാൽ ഈ കുട്ടികളെ ഉത്തരവാദിത്വം ആര് ഏറ്റെടുക്കും? അപ്പൊ ഈ ഘട്ടത്തിൽ അബോർഷനുകൾ അവിടെ കൂടുന്നു എന്നുള്ളത്. ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഇതിനുണ്ട് അവിടെ ഈ അബോർഷൻ കൂടുന്നതിനുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് അബോർഷൻ നിർബന്ധമാണ്. ഇപ്പൊ യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ അബോർഷന് വേണ്ടി തെരുവിലിറങ്ങുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. പക്ഷെ ഇത് എവിടെ നിന്ന് വന്നു? ഈ സാഹചര്യം എവിടെ നിന്ന് ഉടലെടുത്തു? ഇതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായ സെക്കുലറിസത്തിന്റെയും ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് കുത്തഴിഞ്ഞ ജീവിതത്തിലേക്കും പോയതിന്റെ ഒരു അവസ്ഥാവിശേഷം തന്നെയാണ് അവർക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ ലോകത്ത് മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ജീവിവർഗങ്ങളുണ്ട് ലോകത്തുണ്ട്. ഇതിൽ സ്വന്തം സ്വാർത്ഥതയ്ക്കും സ്വന്തം സുഖത്തിനും വേണ്ടി സ്വന്തം കുട്ടികളെ കൊല്ലുകയും സ്വന്തം വംശത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ മനുഷ്യവർഗം മാത്രമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മൃഗത്തിന്റെ അവകാശത്തെക്കുറിച്ച് ഒരുപാട് വാദിക്കുന്ന ആളുകൾ പോലും ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഈ അവകാശത്തെക്കുറിച്ച് സംസാരിക്കാൻ നാവ് ഉയർത്താത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. റോബിൻ നേരത്തെ പറഞ്ഞില്ലേ, പുറം രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ലിബറലാണ്. ആ ലിബറലിസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അബോർഷൻ സംഭവങ്ങൾ ഉടലെടുക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ട് സ്വന്തം ഉദരത്തിൽ വളരുന്ന ഒരു കുഞ്ഞിനോട് ഇത്ര ലിബറൽ ആവുന്നില്ല? ഒരു വ്യക്തിക്കൂടെ ലിബറൽ ആവണമെങ്കിൽ കുഞ്ഞിനോടും ലിബറൽ ആവണ്ടേ? അതല്ലേ ന്യായം, അതല്ലേ നീതി? കുഞ്ഞിനോട് ലിബറൽ ആവാതെ അതിന്റെ ജീവന് വില കൽപ്പിക്കാതെ ലിബറലിസം എന്ന് പറയുമ്പോൾ ലിബറലാണ് അവര് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിന് പറയാവുന്ന ഒറ്റൊരു വാക്കേ ഉള്ളൂ, സെൽഫിഷ് ആണ്, സ്വാർത്ഥതയാണ് ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ. പിന്നെ മൃഗങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അടുത്ത് നടന്ന ഒരു സംഭവം, ഒരു ഗർഭിണിയായ ഒരു ആന തീവണ്ടി തട്ടി ചെരിഞ്ഞു. അത് ഗർഭിണിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ നല്ല വാർത്താ പ്രാധാന്യവും ആ ഒരു സംഭവത്തിന് കിട്ടി. അന്ന് അത് 2 ജീവനായിരുന്നു, ആനയും ആനയുടെ കുട്ടിയും. പക്ഷെ ഇത്തരം ഒരു സിറ്റുവേഷനൊന്നും ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ അബോർഷന് വിധേയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു കൺസെപ്റ്റ് ആരും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. 2 ജീവനാണ് എന്നൊരു തോന്നല് പൊതുസമൂഹത്തിനില്ല. പക്ഷെ ആനയുടെ കാര്യത്തിൽ അത് ഭയങ്കര സംഭവമാക്കി എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു, സംഭവങ്ങളായി. അതേസമയം കൊച്ചിയിൽ ഈയിടെ ഒരു ഫ്ലാറ്റിൽ നിന്നാണ് ഒരു ആമസോൺ കവറിൽ പൊതിഞ്ഞ് ഒരു കൊച്ചിനെ, അതായത് ജനിച്ചു വീണ കുട്ടീനെ പുറത്തോട്ട് എറിഞ്ഞത്. അത് എന്ത് ലാഘവത്തോടു കൂടിയാണ്
മനുഷ്യർ ചെയ്യുന്നത്. പക്ഷെ അത് ആ ഒരു സംഭവം അങ്ങനെ വലിച്ചെറിഞ്ഞത് കൊണ്ടും ആ ഒരു എവിഡൻസ് കിട്ടിയത് കൊണ്ടും അത് വാർത്തയായി. ഒരുപക്ഷെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ അമ്മ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും അതൊരു വാർത്തയാവില്ലായിരുന്നല്ലോ. ഇത് വലിച്ചെറിഞ്ഞത് കൊണ്ട് അതിന് എവിഡൻസ് കിട്ടി, എവിഡൻസ് ആയതുകൊണ്ട് മാത്രം അതൊരു വാർത്തയായി. ശരിക്കും പറഞ്ഞാൽ ഈ ജനിച്ചു വീഴുന്നതിന് മുൻപേ ഉള്ള എല്ലാ കൊലപാതകങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു. ജനിച്ച് വീണ് കഴിയുമ്പോഴുള്ള കൊലപാതകങ്ങളായി കാണുന്ന ഒരു രീതി. ഇതിനൊരു ന്യായീകരണമായിട്ട് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് സെൻസേഷൻ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് വികാരങ്ങളില്ല, അവർക്ക് വേദന അനുഭവിക്കാൻ കഴിയില്ല എന്നൊക്കെ ഒരു ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം, ഗർഭാവസ്ഥയുടെ 3 ആഴ്ച, വെറും 3 ആഴ്ചയിൽ നെർവ് സെൽസ് ഫോം ചെയ്യാൻ തുടങ്ങും. ഈ നെർവ് സെൽസ് ആണ് വേദന ഡിറ്റക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ ഈ നെർവ് സെൽസ് 3 ആഴ്ചയിൽ ഫോം ചെയ്യുന്നു. ഈ മെൻസ്ട്രൽ സൈക്കിളിൽ ഒരു ഇറഗുലാരിറ്റി വന്ന് ആ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആണോ എന്ന സംശയം ഉദിക്കുന്നത് തന്നെ 1 മാസം കഴിയുമ്പോഴാണ്. ഈ 1 മാസം ആകുന്നതിന് മുൻപ് തന്നെ ഈ കുട്ടിക്ക് ഫീലിങ്സ് വന്നു തുടങ്ങും. 3 ആഴ്ചയിൽ തന്നെയല്ല, ഒരു 5 ആഴ്ചയിൽ, 5-ാമത്തെ ആഴ്ചയിൽ കുട്ടിക്ക് ഹൃദയമിടിപ്പ് തുടങ്ങും. അപ്പൊ ഈ ഒരു എല്ലാ ഫീലിങ്സും എല്ലാ സെൻസേഷനുകളും ഈ കുട്ടിക്ക് ഗർഭാവസ്ഥയിൽ തന്നെ ഉണ്ട്. എന്നിട്ട് അത് കുട്ടിക്ക് അത് അനുഭവിക്കാൻ കഴിയില്ല, കുട്ടിക്ക് വേദന ഉണ്ടാവില്ല എന്നൊക്കെയാണ് പലരും ന്യായീകരണങ്ങളായിട്ട് പറയുന്നത്. പക്ഷെ അങ്ങനെ ന്യായീകരണങ്ങൾ ഉന്നയിക്കുമ്പോഴും പല സൈക്കോളജിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ ഓരോ ഹൃദയ വികാരങ്ങളും അമ്മയുമായിട്ട് ബന്ധപ്പെട്ടവരെ എല്ലാം ഈ കുഞ്ഞ് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. എല്ലാ ശബ്ദങ്ങളും എല്ലാം ഈ കുഞ്ഞിനെ കേൾക്കാൻ പറ്റും. ആ അവസ്ഥ അതൊക്കെ അതിന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റേർഡ് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. തന്നെയല്ല, ഈ അബോർഷന്റെ സമയത്തുള്ള അൾട്രാസൗണ്ട് ഇമേജസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ കൊല്ലാൻ വരുന്ന ഇൻസ്ട്രുമെന്റിൽ നിന്ന് കുട്ടി കുതിറി മാറുന്നതായിട്ടുള്ള വളരെ ദയനീയമായ, വളരെ സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങള്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സയന്റിഫിക് പ്രൂഫുകളാണ്. എന്നിട്ടും ആരും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നു. എന്നിട്ടും ആരും കുട്ടികളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദം ഉയർത്താൻ അല്ല, ഈ മറ്റേണൽ കെയറിന്റെ ഭാഗമായിട്ടൊക്കെ, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള വിമന് കൊടുക്കേണ്ട കെയറും അവർക്ക് ആ സമയത്ത് കിട്ടേണ്ട ഒരു പ്രത്യേക ആ ഒരു അന്തരീക്ഷത്തിനൊക്കെ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഈ അമ്മയോട് സംസാരിക്കുന്ന പോലെ കുഞ്ഞിനോടും സംസാരിക്കണം, കുഞ്ഞൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി ആ കുഞ്ഞിനോട് സംസാരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പിന്നീട് റിസർച്ചുകൾ തെളിയിച്ചിട്ടുണ്ട്, അതായത് ഈ കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ, അതായത് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനോട് സംസാരിച്ചിരുന്ന വ്യക്തികളുടെ സൗണ്ട് ഈ കുഞ്ഞ് കേട്ടിട്ട് ചിരിക്കാനും ഒക്കെ ഉള്ള ഒരു റിയാക്ഷൻസ് കണ്ടിട്ടുണ്ട് എന്നാണ് പറയാറുള്ളത്. കുട്ടികൾ ഗർഭാവസ്ഥയിൽ ഉള്ളപ്പോൾ പോലും ഇപ്പോൾ അപ്പന്മാരാണെങ്കിലും അല്ലെ അവരുടെ സിബ്ലിങ്സ് ആണെങ്കിലും അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യും. അതേപോലെ മറ്റൊരു കാര്യമുണ്ട്, ഇപ്പൊ ഗർഭാവസ്ഥയിൽ ട്വിൻസ് ആണുള്ളതെങ്കിൽ അവരിൽ നടത്തിയ ഒരു പഠനം അനുസരിച്ച് അവര് ഈ പ്രഗ്നൻസിയുടെ 3rd വീക്കിൽ അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് തുടങ്ങും. അവർ തമ്മിൽ ഒരു ഇമോഷണൽ ഇന്ററാക്ഷൻ വരുന്നുണ്ട്. അത് വളരെ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസസ് ഉണ്ടായിട്ടും കുട്ടികൾക്ക് വികാരങ്ങളില്ല, അവര് വേദന അറിയില്ല, ഒന്നും അറിയില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരമാണ്. കാരണം അവരറിയുന്നുണ്ട് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം റിസർച്ച് ചെയ്ത് പക്കയാക്കി വെച്ചിട്ട് മറുഭാഗത്ത് അവർ പറയുന്നു കുഞ്ഞുങ്ങളൊന്നും അറിയുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് ഫീലിങ്സ് ഇല്ല. സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചാണ് അവർ കൂടുതൽ പറയുന്നത്. കുട്ടികളുടെ അവകാശങ്ങളെ കഴിഞ്ഞും കൂടുതൽ സ്ത്രീകളുടെ അവകാശമാണ് വലുത് എന്നുള്ള അത് ഈ അബോർഷനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം ഉന്നയിക്കുന്ന ഒരു വിഘടനയം എന്നല്ലാതെ അതിന് മറ്റു ഡെഫിനേഷൻസ് ഒന്നും കൊടുക്കാനില്ല. ഇപ്പൊ ഇവര് പറയുന്ന ന്യായീകരണങ്ങൾ, അതായത് ഗർഭസ്ഥ ശിശുവിന് വേദന സെൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ന്യായീകരണം ശരിയാണെന്നിരിക്കട്ടെ, തികച്ചും തെറ്റാണ്, സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് തെറ്റാണെന്നുള്ളത്. ഇനി അത് ശരിയാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു മർഡർ കേസ് എടുത്തു, ആ മർഡർ കേസിൽ കൊല ചെയ്യപ്പെട്ട ആളെ ബോധം കെടുത്തിയിട്ടാണ് കൊന്നത് എങ്കിൽ അത് കൊലപാതകം അല്ലാതിരിക്കുവോ? ഇല്ലല്ലോ. ആ ആളെ ബോധം കെടുത്തി കൊന്നാലും ഇല്ലെങ്കിലും അതൊരു ജീവൻ അവിടെ നഷ്ടപ്പെടുകയാണ്. ഒരു ജീവനെ കൊന്നതായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇതേ ഒരു പരിഗണന തന്നെ വേണം ഗർഭാവസ്ഥയിലുള്ള ഏതൊരു കുഞ്ഞിനും. ആ കുഞ്ഞിന്റെ ജീവനും അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. സഭ ജീവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അണ്ഡവും ബീജവും ഒരുമിച്ച് ചേർന്ന അതേ സമയത്ത് തന്നെ ഭൂമിയിൽ ഒരു ജീവൻ കുരുക്കുന്നു എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. ജീവന്റെ അവകാശത്തെക്കുറിച്ച് സഭ സംസാരിക്കുമ്പോഴെല്ലാം ഇത് തന്നെയാണ് സഭയുടെ നിലപാട്. സഭയുടെ ഈറ്റില്ലമായ പല രാജ്യങ്ങളും ഈ നിലപാടിൽ നിന്നും മാറിയിട്ടും സഭ ഇന്നും നിലപാട് മാറാതെ നിൽക്കുന്നതും ഭൂമിയിൽ കുരുക്കുന്ന ഓരോ ജീവനും ക്രിസ്തുവിന്റെ പ്രകാശവാഹകരാണ് എന്നുള്ളതാണ്. സ്വർഗത്തിന്റെ പ്രകാശവാഹകരായി ഭൂമിയിൽ എത്തുന്ന ആ മനുഷ്യ ജീവനുകളെ, അവരെ സംരക്ഷിക്കേണ്ട ഏറ്റവും അടുത്തു നിൽക്കുന്നവരായ മാതാപിതാക്കൾ പോലും അവർക്ക് അവരുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കാത്തപ്പോൾ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കുന്നത് ഇതാണ്: ഭൂമിയിലെ എല്ലാ മനുഷ്യജീവനും പോലെ
അതേ അവകാശമുള്ളവർ തന്നെയാണ് ഭൂമിയിൽ കുരുക്കുന്ന ഓരോ കുട്ടികളും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു നിയമം കൊണ്ടോ ചിലരുടെ സ്വാർത്ഥതകൾ മൂലമോ ഭൂമിയിൽ ഒരു ജീവനും ഹനിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും അടുത്ത ദിവസം കാണാം.